ഒരു ടൂ വീലർ എങ്ങനെ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമോ? അതൊന്ന് പഠിച്ചാലോ അതിൻ്റെ വർക്കിങ്. അപ്പം നമുക്ക് ഈ സിലിണ്ടറിൻ്റെ വർക്കിങ്ങും പിന്നെ അത് കഴിഞ്ഞ് ക്രാങ്ക് ഷാഫ്റ്റ് ഈ ലീനിയർ മോഷൻ റൊട്ടേഷണൽ മോഷൻ ആക്കുന്നതും ഡേ 1 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് കാണാത്തവർ ഡേ 1 ഓഫ് എൻജിൻ ബേസിക്സ് ഒന്നുകൂടെ കാണുക. ഇനിയും അത് കഴിഞ്ഞിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ടല്ലോ, ഈ റോഡ് ഈ കറങ്ങുമല്ലോ ഈ ലീനിയർ മോഷൻ റൊട്ടേഷനിലാക്കിയിട്ട് ഇതിൻ്റെ ഒരു സൈഡ് മാഗ്നറ്റോ എന്ന് പറഞ്ഞൊരു സാധനമായിരിക്കും. ഈ ക്രാങ്ക് ഷാഫ്റ്റ് കറങ്ങുവാണല്ലോ, അതേ തന്നെ മോണ്ടഡ് ആയിരിക്കും ഈ മാഗ്നറ്റോ എന്ന് പറഞ്ഞ സാധനം. ഈ മാഗ്നറ്റോ എന്ന് പറഞ്ഞ സാധനം ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ കൂടെ കറങ്ങുമ്പോൾ അതിൻ്റെ അകത്ത് കുറേ മാഗ്നറ്റ്സ് ഉണ്ട്. അത് കാരണം ഒരു AC കറണ്ട് ജനറേറ്റ് ആവും. അപ്പം ഈ ഒരു കറണ്ട് DC കൺവേർട്ട് ചെയ്തിട്ട് ബാറ്ററി റീചാർജ് ചെയ്യാനും ലൈറ്റായിട്ടും ഇൻഡിക്കേറ്ററായിട്ടും എല്ലാത്തിനും ഉപയോഗിക്കും, ബാറ്ററിക്ക് സപ്പോർട്ടായിട്ട്. അപ്പം ജസ്റ്റ് ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഒരു സൈഡ് പിന്നെയും ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്ത് ബാറ്ററി ചാർജ് ചെയ്യാനും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇനി മറ്റേ സൈഡ് എന്ന് പറഞ്ഞാൽ പ്രൈമറി ഡ്രൈവ് ഗിയർ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ആ ഡ്രൈവ് ഗിയർ ആയിരിക്കും ക്ലച്ച് പ്ലേറ്റുമായിട്ട് എൻഗേജ് ആവുന്നത് നിങ്ങൾ ക്ലച്ച് വിടുമ്പോൾ. എന്നിട്ട് അത് എൻഗേജ് ആയിട്ട് ഗിയർ, നിങ്ങൾ ഏത് ഗിയറാണോ, ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ തേർഡ് ആണോ, ആ ഗിയർ റേഷ്യോ അനുസരിച്ച് റെയർ വീലിലോട്ട് പവർ പോകും. ഈ റെയർ വീലിലോട്ട് പവർ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലച്ചിൽ നിന്ന് ഒരു ചെയിൻ ആയിരിക്കും ബാക്ക് വീലിലേക്ക് പവർ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് എൻജിൻ ബേസിക്കലി വർക്ക് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ ഇൻടേക്ക് വാൽവ് കൂടുതൽ കമ്പഷൻ നടക്കുകയും കൂടുതൽ ഫ്യൂവലിൻ്റെ കമ്പഷൻ നടക്കുകയും കൂടുതൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഇനി ഈ പവർ ഏത് ഗിയർ ആണോ അതനുസരിച്ച് ആ റേഷ്യോ അനുസരിച്ച് വീലിൻ്റെ സ്പീഡും കറക്കവും കൂടും.